ഐ ലീഗിൽ ഗോകുലം കേരള എഫ്സിക്ക് വിജയത്തുടക്കം. സീസണിലെ ആദ്യ പോരാട്ടത്തിൽ ഗോകുലം കേരള ശ്രീനിധി ഡക്കാനെ തകർത്തു. ആവേശകരമായ മത്സരത്തിൽ 2-നെതിരെ 3 ഗോളുകൾക്കായിരുന്നു ഗോകുലത്തിന് വിജയം. ഇന്ന് മത്സരത്തിൽ പിന്നിൽ പോയ ശേഷം ഗോകുലം തിരിച്ചു വരികയായിരുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ 40-ാം മിനിറ്റിൽ ലാൽറോ മാവിയുടെ ഗോളിൽ ശ്രീനിധി ലീഡെടുത്തു. ഗോകുലത്തിന്റെ സമനില ഗോൾ വന്നത് 60-ാം മിനിറ്റിൽ. മലയാളി താരം VP സുഹൈറിന്റെ അസിസ്റ്റിൽ മാർട്ടിൻ ഷാവേസ് ആണ് ഗോൾ നേടിയത്. തുടർന്ന് 84-ാം മിനിറ്റിൽ നാച്ചോ അബലേഡയുടെ ഗോളിൽ ഗോകുലം ലീഡെടുത്തു. ഇഞ്ചുറി ടൈമിൽ റമഡിൻ താരയുടെ ഗോളോടെ ഗോകുലം വിജയമുറപ്പിച്ചു. പിന്നാലെ ഡേവിഡ് മുനോസ് ഒരു ഗോൾ മടക്കിയെങ്കിലും ഗോകുലത്തിന്റെ വിജയത്തെ തടയാൻ അവർക്കായില്ല. മത്സരത്തിലെ കണക്കുകളിലേക്ക് വന്നാൽ 55% ബോൾ പൊസിഷൻ ശ്രീനിധി ഡക്കാനായിരുന്നു. 12 ഷോട്ടുകൾ ശ്രീനിധി ഡക്കാൻ ആകെ തൊടുത്തപ്പോൾ 6 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 10 ഷോട്ടുകളാണ് ഗോകുലം കേരള തൊടുത്തത്, 6 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. നവംബർ 29-ന് റിയൽ കാശ്മീരിനെതിരായാണ് ഗോകുലം കേരളയുടെ അടുത്ത മത്സരം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.